ഹലോ ഓൾ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ബോഡി ഷേമിങ്. ഇത് ബോഡി ഷേമിങ്ങിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് പണ്ട് തൊട്ടേ ഉണ്ട്, ഇത് ഇപ്പോഴും തുടരുന്നു. ഇനി ഒരിക്കലും ഇത് നിൽക്കുകയില്ല. ആൾക്കാർക്ക് ഈ ബോഡി ഷേമിങ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ പറയേണ്ട അഭിപ്രായം എന്താണെന്നുള്ളത് ഇപ്പോഴും ഒരു തിരിച്ചറിവില്ല. അതാണ് ഒരു മെയിൻ കാര്യം. ഇപ്പം ഞാനാണെങ്കിലും ഞാൻ ആഫ്റ്റർ ഡെലിവറി ഞാൻ നല്ലോണം വെയിറ്റ് ഗെയിൻ ചെയ്തു. നല്ലോണം നല്ല, ഓഫ് കോഴ്സ് എല്ലാവരും ഡെലിവറിക്ക് ശേഷം ഒരു വെയിറ്റ് ഗെയിനിങ് ഉണ്ടാവുമല്ലോ, അതുപോലെ ഞാനും വെയിറ്റ് ചെയ്യുന്നു. അപ്പം എനിക്ക് ഹൈറ്റും കൂടി കുറവായതുകൊണ്ട് എനിക്കത് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ ഇങ്ങനെ പറയാനും കൂടി തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് നമ്മളെ തന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ. നമുക്ക് നമ്മുടെ ലെവലൊക്കെ അറിയാമെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ നമ്മളെ ഒരിതുണ്ടല്ലോ. അപ്പം അത് പോകുമ്പം ഓഫ് കോഴ്സ് നമുക്കൊരു വിഷമം ഉണ്ടാവും. ഞാനിപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം റീസെൻ്റ് ആയിട്ട് ഒരുപാട് പേര് സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, ആൾക്കാരായിക്കോട്ടെ, നെഗറ്റീവ്സും ബുള്ളിങ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം റീസെൻ്റ് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരിയുടെ കാര്യമാണ്. ഓണസ്റ്റ്ലി എനിക്കും പുള്ളിക്കാരിയുടെ ആക്ടിംഗ് ഒന്നും ഇഷ്ടമല്ല. അപ്പം നമ്മളിപ്പം ഒരു വീഡിയോ കാണുമ്പോൾ അതിന്റെ കമന്റ്സ് തുറന്നു വെച്ചിട്ടാണ് ഇപ്പം എല്ലാവരും തന്നെ വീഡിയോ ചില കമന്റ് ഒക്കെ വെച്ച് നമ്മൾ ചിരിച്ച് കമന്റ് കാണാനോ വായിക്കാനാണ് നമുക്ക് കൂടുതൽ ഇഷ്ടമല്ലേ. പക്ഷെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. കമന്റ് ബോക്സ് അതിനാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് നമ്മുടെ പ്രൈം മിനിസ്റ്ററോ CM-നെയോ ഒക്കെ പറ്റി പറയാനുള്ള റൈറ്റ്സ് നമ്മൾ ഇന്ത്യയിലാണുള്ളത്. നമുക്ക് ഒരു വീഡിയോ കണ്ട് ഇഷ്ടമില്ലെങ്കിൽ നമുക്കത് പറയാം. എന്തുവായി കാണിക്കുന്നത്, ആക്ടിങ് കൊള്ളത്തില്ല. നമുക്ക് അങ്ങനെ പല രീതിയിൽ നമുക്ക് ഒരു ലിമിറ്റ് വെച്ച് നമുക്ക് പലരെയും നമുക്ക് പറയാൻ പറ്റും, ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇത് ആ പുള്ളിക്കാരിനെ എന്താ പറയാ, ഒരു തലമുടി തൊട്ട് കാല് വരെ നോട്ട് ചെയ്ത് നിരീക്ഷിച്ചിട്ട് ഇങ്ങനെ പറയുന്നതിനൊരു, ഞാൻ എന്നിട്ട് ഇവരുടെയൊക്കെ കൂടുതൽ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അല്ല, ഫേസ്ബുക്കിലും അല്ല. ഫേസ്ബുക്കിൽ മീൻസ് കുറച്ച് കൂടുതലായിരിക്കുമല്ലോ. പക്ഷെ എല്ലാത്തിലും ചെറിയ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരും ഒക്കെ ഇതുണ്ട്, പറയുന്നവരുണ്ട് കേട്ടോ. അപ്പൊ അവരുടെയൊക്കെ ചില അക്കൗണ്ടിൽ പോയി നോക്കിയാൽ കാണാം, അവരുടെയൊക്കെ നന്മയോളി പോസ്റ്റുകളൊക്കെ നമ്മൾ കാണണം ചിലത്. അതുപോലെ തന്നെ പണ്ട് നടന്ന കലാമണ്ഡല സത്യഭാമേന്റെ കേസിലൊക്കെ ഘോരം ആക്രോശിച്ചവരൊക്കെയാണ് ഇവരിൽ പലരും. അതും ഒരു അതിശയിപ്പിക്കുന്ന കാര്യം തന്നെ കേട്ടോ. അപ്പൊ ചില കമന്റ് എന്നൊക്കെ പറയുന്ന ഒരു സൈഡ് നോക്കിയാൽ ഡാക്കിനീനെ പോലെ ഉണ്ട്, പിന്നെ എന്താ മാൻഡ്രേക്ക്, ഇതൊന്നും അല്ല കേട്ടോ. ഭയങ്കര എന്തൊക്കെയോ ടൈപ്പിലുള്ള കമന്റ്സ് ആണ് അവരുടെ ഫേസിനെ പറ്റിയും. അങ്ങനെ ഒരുപാട് എന്തൊക്കെയായാലും അവരത് വായിക്കുമ്പോൾ അവർക്ക് എത്ര ഐ ഡോണ്ട് കെയർ മെന്റാലിറ്റി ആണെന്ന് പറഞ്ഞാലും അവർക്ക് ഒരു ചെറിയ വിഷമം ഉണ്ടാവത്തില്ലേ. എന്തിനാണ് ഈ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കും. ഒന്ന് ആലോചിക്കണം. ഇതിപ്പോ നമ്മുടെ മൈൻഡിലും ഇത് എന്തുവാന്ന് തോന്നിയിട്ട് അത് അങ്ങനെ കമന്റ് ബോക്സിലേക്ക് റിഫ്ലക്റ്റ് ആവുന്നതല്ല. ഇത് കുത്തി പിടിച്ചിരുന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്യാണ്, നിന്റെ മോന്ത ഇങ്ങനെ. അതെങ്ങനെ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേണേ സ്ക്രോൾ ചെയ്ത് പോവാ, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാം. അതിന് പകരം ഇങ്ങനെ കുത്തി പിടിച്ചിരുന്ന് ഒരാളെ പറ്റി ഇങ്ങനെ അയക്കുകയാണ് അങ്ങോട്ട്. സമ്മതിക്കണം.